ഉറക്കം പിടിച്ചു തുടങ്ങിയപ്പോഴാണ് 4 പേരും അകത്തേക്ക് കയറിയത്. താഴെ തന്നെയുള്ള ഗസ്റ്റ് റൂമിലാണ് 4 പേരും കിടന്നത്. 3 കെട്ടിയോന്മാർക്കിടയിൽപ്പെട്ട് ഞെരുങ്ങിക്കിടന്ന് സഞ്ജു എപ്പോഴോ ഉറങ്ങിപ്പോയി. ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. സഞ്ജു ഇന്നാണ് പോകുന്നത്. അത്രമേൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരെ വിട്ടുപിരിഞ്ഞു പോകേണ്ടതിനാൽ അവൻ്റെ ഉള്ളും അവനെ സ്നേഹിക്കുന്നവരുടെ നെഞ്ചും നേറിയിരുന്നു. എയർപോർട്ടിൽ അവനെ കൊണ്ടുവിടാൻ വിക്രമും വൈദുവും അച്ചുവും അനുവുമുണ്ട്. രാധികയോടും കുടുംബത്തോടും ശ്രീലകത്തിലും അവൻ നേരത്തെ യാത്ര പറഞ്ഞിരുന്നു. കാണുമ്പോഴെല്ലാം തല്ലു കൂടുമെങ്കിലും അവൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ചാരുവിനും സങ്കടം വന്നു. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അകത്തേക്ക് കയറും മുൻപ് സഞ്ജു അവരോടൊപ്പം ചേർന്ന് നിന്നു. അനുവും വൈദുവും കണ്ണു കലങ്ങി നെഞ്ചു നീറി അവനെ നോക്കി നിൽക്കുന്നുണ്ട്. പോട്ടെ കാന്താരികളെ, ഇടറുന്ന വാക്കുകളോടെ അവൻ പറഞ്ഞപ്പോൾ രണ്ടുപേരും അവൻ്റെ നെഞ്ചിലായി ചാഞ്ഞു നിന്ന് കരഞ്ഞുപോയി. ഞാൻ ജീവിതത്തിൽ ഒരുപാട് വേദനിച്ച സമയത്ത് സ്വന്തം സഹോദരനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച് നോവും മാറ്റിയവനാണ് നീ. അന്നു മുതൽ എന്നെ പഴയ വൈദു ആക്കാൻ നീ ഒരുപാട് ശ്രമിച്ചു. നീയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നോ. വൈദു വിങ്ങിപ്പൊട്ടിയപ്പോൾ സഞ്ജു അവളുടെ നെറുകയിൽ ചുണ്ടു ചേർത്ത് അവളെ ചേർത്ത് പിടിച്ചു. കാണുന്നവരൊക്കെ സഹോദരനെ യാത്രയാക്കുന്ന സഹോദരിമാരുടെ സങ്കടമായി അതിനെ കണ്ടു. വിക്രമോ അച്ചുവും അവരെ തന്നെ നോക്കി നിന്നു. രക്തബന്ധത്തിനപ്പുറം മനുഷ്യരെ കൂട്ടിക്കെട്ടുന്ന പവിത്രമായൊരു ബന്ധമാണ് അവർ 3 പേർക്കും. കണ്ട നാൾ മുതൽ 3-നെയും ഒന്നിച്ചേ കണ്ടിട്ടുള്ളൂ. വലിയളിയനെ നന്നായി നോക്കിക്കോണേ കുനുപ്പെണ്ണെ. അനു അവനെ നോക്കി കണ്ണുരുട്ടി. സഞ്ജുവിനൊരു അനുജത്തി മാത്രമാണ്. അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് അവൻ്റെ കുടുംബം. അവരോട് വരണ്ടെന്ന് അവൻ തന്നെയാണ് പറഞ്ഞത്. വേദന നിറഞ്ഞ ആ മുഖങ്ങൾ കണ്ടുകൊണ്ട് പോകാനാകില്ല തനിക്ക്. സഞ്ജു അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ട് കണ്ണു തുടച്ചു നിന്ന് 2 പേരെയും അവരുടെ നല്ല പാതികൾ നെഞ്ചോട് ചേർത്തിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോയെങ്കിലും സഞ്ജുവിൻ്റെ അഭാവം നികത്താൻ കഴിയാത്ത വിടവ് പോലെ അവർക്കിടയിൽ നിലനിന്നു. അച്ചു അനുവിനെ മനസ്സുകൊണ്ട് കൂടെ ചേർക്കാൻ ഒരുങ്ങുകയാണ്. അവനെ ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവനു വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്ത് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാനാണ് അനുവിന് ഇഷ്ടം. ഹോസ്പിറ്റലിൽ വരുന്നില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. വൈദുവും അതേ തീരുമാനത്തിലായിരുന്നു. വിക്രത്തിനും അച്ചുവിനും അതൊട്ടും താല്പര്യമായിരുന്നില്ല. വിവാഹം കഴിഞ്ഞപ്പോൾ ഭാര്യയെ വീട്ടിലിരുത്തുന്ന ടിപ്പിക്കൽ മല്ലു ഹസ്ബൻഡ്സ് ആകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വിക്രം ഉറച്ച തീരുമാനം പറഞ്ഞു. അതല്ല ഡോക്ടർ, ആ ഹോസ്പിറ്റലിൽ കയറിയ കാലം മുതൽ സഞ്ജുവും ഞങ്ങളുടെ കൂടെയായിരുന്നു. അവനില്ലാത്ത അവിടം പിന്നെ അനുവും വരുന്നില്ല. പിന്നെ ഞാൻ മാത്രം എങ്ങനെ? അനു പോകുന്നില്ലെന്ന് ഉറപ്പാണോ? അച്ചുവാണ് അത് ചോദിച്ചത്. അതെ, എങ്കിൽ വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് PSC കോച്ചിങ് ചെയ്യാം. ഭർത്താക്കന്മാരുടെ ചെലവിൽ എന്നും ജീവിക്കേണ്ടി വരരുത്, മനസ്സിലായോ? അച്ചു പറഞ്ഞപ്പോൾ രണ്ടാളും തലയാട്ടി. നിനക്കൊക്കെ എന്താടാ? എൻ്റെ മക്കൾ എനിക്കൊപ്പം കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യട്ടെ, അതിനിടയിൽ ഒന്നും വേണ്ട. ലേഖ 2 പേരെയും ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ വിക്രം രൂക്ഷമായി നോക്കി. അത് ശരി, അപ്പോൾ അമ്മയ്ക്ക് കൂട്ടു നിർത്താനാണല്ലേ? ഇനിയിപ്പോൾ പേരമക്കളെ കളിപ്പിക്കാനുള്ള സമയമായി. അതുകൊണ്ട് കൊച്ചുങ്ങളെ ഞാൻ ഇവിടെ തന്നെ നിർത്തും. അനു വാ തുറന്ന് അച്ചുവിനെ നോക്കി. ഇതുവരെ ഒരു ചുംബനം പോലും കിട്ടിയിട്ടില്ല, പിന്നെ ആ കൊച്ച. എന്നാൽ വിക്രത്തിൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയാണ്. അവൻ തിരിഞ്ഞ് റൂമിലേക്ക് പോയി. അച്ചു അവൻ്റെ റൂമിലേക്കും. ശ്രീലകത്ത് പുതിയ വസന്തങ്ങൾ കടന്നു വന്നു. കുടുംബം പൂർണ്ണമായതുപോലെയായിരുന്നു ലേഖയ്ക്ക്. ഇതിനിടയിൽ തീയുടെ 7ാം മാസ ചടങ്ങും കഴിഞ്ഞു. കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുക്കളാരും ഇല്ലാത്തതിനാലും അവൾ അവിടെ തന്നെയായിരുന്നു. അമ്മയുടെ സ്ഥാനത്ത് രാധികയാണ്. രാധിക ഒരു വൈഡൂര്യമാണെന്ന് ഉണ്ണിയമ്മ വീണ്ടും തിരിച്ചറിഞ്ഞ ദിനങ്ങൾ. എല്ലാവരുടെയും ജീവിതം അവരുടെ ഒഴുക്കിനനുസരിച്ച് കടന്നുപോയി. വൈദു ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ ആണ് വിക്രം പിന്നാലെ വന്ന് അവളുടെ അരയിലൂടെ കൈചേർത്ത് തോളിൽ താടി കുത്തി നിന്നത്. വിക്രത്തിൻ്റെ പെണ്ണുകാണലാണിന്ന്, വിക്രം പറഞ്ഞപ്പോൾ വൈദു അവനെ തിരിഞ്ഞു നോക്കി. കുട്ടി അനുവിൻ്റെ കസിനാണ് അഭിരാമി. വൈദുവിന് അന്ന് വിവാഹത്തിന് കണ്ടതായി ഓർമ്മ വന്നു. അമ്മയുടെ നിർബന്ധമായിരിക്കുമോ? വീണ്ടും ഒരു വൈദേഹി കൂടി പിറവിയെടുക്കുമോ എന്നൊരു നിരാശയിൽ അവൾ ചോദിച്ചു. അല്ല, തിരിച്ചറിവുകൾ വന്ന സമയമല്ലേ. വിക്രം പൂർണ്ണ മനസ്സുകൊണ്ട് തന്നെയാണ് ഒരു വിവാഹത്തിന് തയ്യാറാവുന്നത്. ആ കുട്ടിയോടും വീട്ടുകാരോടും അവൻ്റെ പാസ്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ പാസ്റ്റ് ഞാനെന്ന് അവർക്ക് അറിയുമോ ഡോക്ടർ? വൈദു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു. അഭിരാമിയോട് മാത്രം പറഞ്ഞു. കാരണം അവൾ അറിയണമല്ലോ, അല്ലാതെ ആരും അറിയില്ല. അറിയാൻ സമ്മതിക്കില്ല ഞാൻ. എനിക്കായുള്ളതൊന്നും മറ്റാരുടെ കാണാൻ എനിക്ക് പറ്റില്ല. ഒരു വിവാദ നായികയെ തീരാൻ ഒരു മീഡിയയ്ക്ക് മുന്നിലും ഞാൻ എൻ്റെ പെണ്ണിനെ വിട്ടുകൊടുക്കില്ല.
ഇതുവരെയും ആ രഹസ്യം പുറലോകം അറിയാത്തതിന് പിന്നിൽ ഡോക്ടർ തന്നെയാണെന്ന് എനിക്കറിയാം. എന്നെ ചേർത്ത് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ മാത്രമല്ല, ഓൺലൈൻ പാപ്പരാസികൾക്ക് മുന്നിൽ കേവലം ഒരു ചർച്ചാ വിഷയമാകാൻ എന്നെ എറിഞ്ഞു കൊടുക്കാത്തതിനും പിന്നിലും ഈ കരങ്ങളാണ്. ഈ ലോകത്ത് വൈദേഹി ഏറ്റവും സുരക്ഷിതമായ ഇടം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യം നേടിയത് ഈ കൈകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി വീണ നിമിഷം മുതലാണ്. വൈദേഹി അവനെ ഇറുക്കപ്പുണർന്ന് കഴുത്തിൽ മുഖം അമർത്തി വെച്ചു. വിക്രം അവളെ കൈകളിൽ കോരിയെടുത്ത് അകത്തേക്ക് നടന്നു. കുളി കഴിഞ്ഞ് ധൃതിയിൽ ഇറങ്ങി വന്നതാണ് അനു. ടൈലിൽ കിടന്ന വെള്ളം കാണാതെ അവൾ മുന്നോട്ടാഞ്ഞപ്പോൾ അച്ചു അവളെ വീഴാതെ ചേർത്ത് പിടിച്ചു. ആയത്തിൽ മുന്നോട്ടാഞ്ഞപ്പോൾ അവളുടെ ചുണ്ടുകൾ അവൻ്റെ കഴുത്തിൽ പതിഞ്ഞിരുന്നു. ഇരുവരുടെയും ഉള്ളിലൂടെ ഒരു തരിപ്പ് പടർന്നു. അവളുടെ ശരീരത്തിലെ തണുപ്പ് അവനിലേക്കും പടർന്നിരുന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ഒന്നുകൂടി അമർന്നപ്പോൾ അനു ഒന്ന് ഏങ്ങിപ്പോയി. ആദ്യമായി അച്ചുവിൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ അമർന്നു. അനു കണ്ണുകൾ മുറുക്കി അടച്ചുപോയി. ഇരു ഹൃദയങ്ങളും ഒന്നായി മിടിച്ച നിമിഷം. അച്ചുവിൽ നിന്നുള്ള ആ സമീപനം അനു പകപ്പോടെയാണ് നോക്കിയത്. അവൾ അവനെ മിഴികൾ ഉയർത്തി നോക്കാൻ പാടുപെട്ടു. കവിളിലെ കുങ്കുമച്ചുവപ്പിൽ അച്ചു നോക്കി. എന്നെ നോക്കനു. അത്രയും പതിഞ്ഞൊരു സ്വരത്തിൽ അനു കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ പ്രണയസാഗരം അലയടിക്കുകയാണ്. താൻ കാണാൻ കാത്തിരുന്ന ഭാവങ്ങൾ. അച്ചു അനുവിനെ എടുത്തുയർത്തി ടേബിളിലിരുത്തി അവളുടെ കാലുകൾക്കിടയിൽ കയറി നിന്നു. അവളുടെ തലയിൽ കേട്ടിരുന്ന തോർത്തഴിച്ചെടുത്ത് ടേബിളിലിട്ടപ്പോൾ നനഞ്ഞൊട്ടിയ കേശഭാരം അഴിഞ്ഞു വീണു. മഞ്ഞ നിറത്തിലുള്ള കോട്ടൺ ടോപ്പ് നനവ് പടർന്ന് നേർത്തതായി. ഞാൻ ഒരുപാട് വേദനിപ്പിച്ചോ, അവഗണിച്ചോ? അലിവോടെയാണ് അവൻ്റെ ചോദ്യം. ഒരിക്കലുമില്ല. കാത്തിരിപ്പിൻ്റെ സുഖത്തിലായിരുന്നു ഞാൻ കേട്ടറിഞ്ഞ ഹിരൺമയി രാമകൃഷ്ണന് ഒരിക്കലും പെൺകുട്ടികളെ വേദനിപ്പിക്കാൻ അറിയില്ലെന്ന് എനിക്കറിയാം. മണ്ഡപത്തിൽ അപമാനിച്ചിറങ്ങിപ്പോയിട്ടും ആ പെണ്ണിനെ ഒരിക്കൽ പോലും ശപിച്ചിട്ടില്ലാത്തൊരുവൻ എങ്ങനെയാണ് ഏറെ നാൾ തന്നെ പ്രണയിച്ച് സ്വന്തമാക്കിയ തൻ്റെ നല്ല പാതിയെ അവഗണിക്കുന്നത്? അച്ചുവിന് ആ പെണ്ണിനോട് ഒരുപാട് ഇഷ്ടം തോന്നി. അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചവൻ നോക്കിയപ്പോൾ കണ്ണുകൾ മിഴിഞ്ഞു പോയിരുന്നു അവളുടെ. വീണ്ടും വീണ്ടും അവളിലെ തേൻ നുകരുമ്പോൾ ഹൃദയം കൊണ്ടൊന്നായവർക്ക് ഇരുദേഹിയും പങ്കുവയ്ക്കാനുള്ള ആഗ്രഹവും പടർന്നു തുടങ്ങിയിരുന്നു. അവളെ എടുത്ത് അരയിലിരുത്തിക്കൊണ്ട് തന്നെ അച്ചു അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തി. അവൻ്റെ പ്രണയവും സാവധാനം അവളിലേക്ക് ഒഴുക്കി വിട്ടു. അക്ഷരാർത്ഥത്തിൽ പെണ്ണ് കാണാൻ വരുന്നത് വിക്രമാണെന്ന് അഭിരാമിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ വരുന്നയാൾ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ആദ്യമൊരു താലി കിട്ടിയതും ആ കുട്ടിയുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു എന്നും അറിയാം. ഇങ്ങനൊരു വിവാഹം അനിയത്തിക്ക് വേണ്ട എന്ന നിലപാടിലായിരുന്നു അഭിരാമിയുടെ സഹോദരൻ അഭിറാം. പക്ഷേ ആരുടെയൊക്കെയോ കരുണ കൊണ്ടാണ് അവളിപ്പോൾ മെഡിസിൻ പൂർത്തിയാക്കിയത്. ഡോക്ടറാണെങ്കിലും എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം ആവശ്യപ്പെടുന്നവരാണ് വരുന്നവരൊക്കെ. പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുള്ള അഭിരാമിന് പറയത്തക്ക ശമ്പളവുമില്ല. അച്ഛനും അമ്മയും അടുത്തുള്ള ഗാർമെൻറ്റ്സിലേക്ക് സ്റ്റിച്ചിങ് യൂണിറ്റിലാണ് ജോലി ചെയ്തത്. പയ്യനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് മാറ്റി പറയുമെന്ന് അഭിരാമിയുടെ അമ്മ ഇരുവരെയും നോക്കി പറഞ്ഞു. വരുന്ന ആൾക്കാർ നല്ലതാണെങ്കിൽ നോക്കാം ഏട്ടാ, ഏതായാലും അവർ വന്നിട്ട് പോകട്ടെ എന്ന് അഭിരാമി ഏട്ടനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. രാധികയും ഗോപാലും വിക്രവും കൂടിയാണ് അഭിരാമിയുടെ വീട്ടിലെത്തിയത്. അനൂപാണ് കൂടെ വന്നത്. പഴയ ഓടിട്ട നല്ലൊരു വീടായിരുന്നു അത്. നിറയെ ചെമ്പരത്തിയും തെച്ചിയും കാക്കപ്പൂവും ബോഗൻവില്ലയും പൂത്തു തളിർത്ത് കിടപ്പുണ്ട് ചുറ്റിലും. കോലായിലെല്ലാം പലതരത്തിലുള്ള ചെടികൾ ചട്ടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. രാധികയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. വിക്രത്തിന് വല്ലാത്തൊരു വെപ്രാളം തോന്നി. പഴയതോരോന്നും അവൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നു. അന്ന് ഇതുപോലെയായിരുന്നില്ല ഒന്നും. വൈദേഹിയെ താലി കെട്ടുന്നതിന് മുൻപാണ് കാണുന്നത്. നേരത്തെ പലവട്ടം കണ്ടിരുന്നുവെങ്കിലും തൻ്റെ താലി അവളുടെ കഴുത്തിലാണ് വീഴാൻ പോകുന്നതെന്നതിൻ്റെ പകപ്പിലായിരുന്നു. അവഗണനയുടെ പരമാവധി നൽകിയാണ് അവൾ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. വാ വിക്കി, രാധിക വിളിച്ചപ്പോൾ അവൻ അമ്മയെ നോക്കി. ഞാനിപ്പോൾ വരാം, നിങ്ങൾ അകത്തേക്ക് ചെല്ല്, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ ഗോപാലും രാധികയും അകത്തേക്ക് പോയി. അനുവിൻ്റെ അച്ഛനും അമ്മയും അഭിരാമിയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. രാധികയുടെയും ഗോപാലിൻ്റെയും വേഷവും ആഠ്യത്വവും അവരുടെയൊക്കെ മുഖം വിടർത്തിയിരുന്നു. വരൂ, ഇരിക്കൂ. അഭിരാമിയുടെ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാളിൽ പണ്ടത്തെ മരത്തടി കൊണ്ടുള്ള നീളമുള്ള സോഫ സെറ്റിയാണ്. അകത്ത് നന്നൊരു നടുമുറ്റമുണ്ട്. ഞാൻ റാം ഗോപാൽ, ഇതെൻ്റെ വൈഫ് രാധിക. ഞങ്ങളുടെ മകനാണ് വിക്രം റാം ഗോപാൽ. ഗോപാൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. അറിയാം, അനൂപ് പറഞ്ഞിരുന്നു. അനുവിൻ്റെ വിവാഹത്തിന് വന്നിരുന്നുവെന്ന് മായ പറഞ്ഞു. കാര്യങ്ങളൊക്കെ അനുവിൻ്റെ അമ്മ പറഞ്ഞിട്ടില്ലേ? എൻ്റെ സുഹൃത്ത് പത്മനാഭൻ്റെ മകൾ. അവൻ മരണത്തിൻ്റെ വക്കോളം എത്തിയെന്ന് അറിയാതെയാണ് ഞങ്ങളന്ന് അവനെ കാണാനായി പോയത്. ഒരേ ഒരു മകൾ അനാഥയാകുമെന്ന് പറഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്നവനെ കണ്ട് ഞാൻ അവന് വാക്കുകൊടുത്തു. അവൻ്റെ മകളെ എൻ്റെ മകൻ വിവാഹം കഴിക്കുമെന്ന്. അച്ഛനു വേണ്ടി
ആ മോൾ അനുസരിച്ച് അവൻ്റെ താലിക്കായി കഴുത്ത് നീട്ടിക്കൊടുത്തു. പക്ഷേ ഞങ്ങളുടെ തീരുമാനം തെറ്റായി പോയെന്ന് ആ നിമിഷം തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. താലി കഴുത്തിൽ ചേർത്ത് വെച്ചെന്നേ ഉള്ളൂ. ഒന്നും മുറുക്കാൻ പോലും നിൽക്കാതെ അവൻ ഇറങ്ങിപ്പോയി. അവൻ്റെ കൈകൊണ്ട് സിന്ദൂരം പോലും തൊട്ടിട്ടില്ല ആ കുഞ്ഞിൻ്റെ നെറുകയിൽ. വർഷം 3 കഴിഞ്ഞെങ്കിലും അവൻ ഒരിക്കലും അവളെ ഭാര്യയായി അംഗീകരിച്ചില്ല. വീട്ടിൽ പോലും വരാതെയായി. ഒരു ദിവസം മോൾ എല്ലാം അവസാനിപ്പിച്ച് വീട് വിട്ടുപോയി. തടയാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. അവളുടെ തീരുമാനമാണ് ശരിയെന്ന് തോന്നി. അവൾ പോയിട്ടും അവൻ്റെ മനസ്സലിഞ്ഞില്ല. അവൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവൾ പൂർണ്ണ മനസ്സോടെയാണ് ഈ വിവാഹത്തിന് തയ്യാറാവുന്നത്. റാംഗോപാൽ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പോൾ ആ കുട്ടി തിരിച്ചു വന്നാൽ? അഭിരാമിയുടെ അമ്മയ്ക്ക് ചോദിക്കാനിരിക്കാനായില്ല. രാധിക പുഞ്ചിരിയോടെ നോക്കി. അവൾ ഞങ്ങൾക്ക് എന്നും മകളാണ്. അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളാണ്. കുറച്ചു മാസം മുൻപ് ഞങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു. അവളെ ഏറെ സ്നേഹിക്കുന്ന പയ്യനാണ്. അവളിപ്പോൾ സന്തോഷവതിയായി ജീവിക്കുന്നു. അനുവിൻ്റെ അനിയൻ്റെ ഭാര്യയായി. ഹിരൺമയുടെ സഹോദരൻ വിക്രമാണ് അവളുടെ ഭർത്താവ്. എല്ലാവരും അമ്പരപ്പോടെ ഇരുവരെയും നോക്കി. വൈദേഹി മോളാണോ അപ്പോൾ? അതെ, വൈദുവാണ് ഞങ്ങളുടെ മകൾ. ഞങ്ങൾക്കിപ്പോൾ മക്കൾ 2 പേരാണ്, ഒരു മോനും മോളും. അതുകൊണ്ട് തന്നെ 2 പേരും അങ്ങനെയാണ് ഞങ്ങൾക്ക്. അവർക്കിടയിൽ താലി കെട്ടിയെന്ന ഒരു ബന്ധം പോലുമില്ല. എവിടെ ചെന്ന് കയറിയാലും ആ വീട്ടിലെ വിളക്കാവാൻ എൻ്റെ മകൾക്ക് കഴിയും. രാധിക അഭിമാനത്തോടെ പറയുന്നത് കേൾക്ക് അഭിരാമിയുടെ ഏട്ടന് സമാധാനമായി. ഇതുവരെയുള്ള ആശങ്കകളെല്ലാം അവനിൽ നിന്നും വിട്ടകന്നിരുന്നു. അപ്പോഴേക്കും വിക്രം അകത്തേക്ക് വന്നിരുന്നു. പയ്യൻ ആരാണെന്ന് പറയാത്തതിനാൽ അവനെ കണ്ടവരൊക്കെ അന്തിച്ചുപോയി. എൻ്റെ മകനെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്നറിയാം, രാധിക പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ വിക്കി അവരെ നോക്കി പുഞ്ചിരിച്ചു. പിന്നെയൊരു കാര്യം, വൈദുവിൻ്റെയും വിക്രത്തിൻ്റെയും ഭൂതകാലം നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ഒരിക്കലും പുറത്താരും അറിയരുത്. ഞാൻ ഒരുവനും വാക്കു കൊടുത്തിരുന്നു. വിക്രത്തെ ഓർത്തുകൊണ്ട് രാധിക അവരെ നോക്കി പറഞ്ഞു. അറിയാം, ഞങ്ങളിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുകയുള്ളൂ. അഭിരാമിയുടെ അച്ഛൻ വാക്കു കൊടുത്തു. മോളെ വിളിക്കാം. അഭിരാമിയുടെ അമ്മ അകത്തെ മുറിയിലേക്ക് പോയി. ഞാൻ അഭിറാം, ആമിയുടെ ചേട്ടനാണ്. വിക്കി പുഞ്ചിരിയോടെ അവനെ നോക്കി കൈ കൊടുത്തു. ചായത്തട്ടുമായി അഭിരാമി വന്നു. മുന്നിലിരിക്കുന്ന ആളെ കണ്ട് അവൾ സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ മിഴിച്ചുനോട്ടം കണ്ട് വിക്കിക്ക് ചിരി വന്നു. എടോ, ഞാൻ തന്നെയാ പയ്യൻ, ഇങ്ങോട്ട് തന്നേക്ക്. വിക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആമി യാന്ത്രികമായി അവന് നേരെ കപ്പ് നീട്ടി. തൊടിയിലെ തുളസിക്കാടിനടുത്ത് നിൽക്കുകയായിരുന്നു 2 പേരും. തുളസിയുടെ ഒരു ഇല പൊട്ടിച്ച് അതിൻ്റെ വാസന നോക്കിയതിനു ശേഷം വിക്കി ആമിയെ നോക്കി. അവൾ ആകെ മരവിച്ച് നിൽക്കുകയായിരുന്നു. താൻ ഇതുവരെ സ്വപ്നലോകത്തു നിന്ന് ഇറങ്ങി വന്നില്ലേ? വിക്കി കളിയായി പറഞ്ഞപ്പോൾ ആമി അവനെ നോക്കി ചമ്മിയെ ചിരിച്ചു. സത്യമായിട്ടും ഞാൻ ആകെ ഐസ് പോലെ നിൽക്കുക. ഫിലിം സ്റ്റാർ വിക്രമാണ് വരുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. ഒരു ഡോക്ടർ തന്നെയാണ് ഈ അഭിരാമി ഡോക്ടറിനെ പെണ്ണ് കാണാൻ വന്നത്, അങ്ങനെ കരുതിക്കോ, വിക്കി കുറുമ്പോടെ പറഞ്ഞു. അപ്പോൾ അന്ന് ഗോസിപ്പ് വന്നത് ശരിയായിരുന്നു അല്ലേ? ആമിയുടെ ചോദ്യത്തിൽ വിക്കിയുടെ മുഖം മങ്ങി. അതെ, പക്ഷെ സ്വന്തം പ്രണയത്തെ വെറുമൊരു ഗോസിപ്പ് നായികയാക്കാൻ മനസ്സില്ലാത്തൊരുത്തൻ അത് തേച്ചു മായ്ച്ചു കളഞ്ഞു. എന്നെ കൊണ്ട് തന്നെ അവൻ പറയിപ്പിച്ചു. വിക്കി പറഞ്ഞപ്പോൾ ആമി അവനെ സംശയത്തോടെ നോക്കി. വൈദേഹിയായിരുന്നു അത്? ഞാൻ ആദ്യം താലി കെട്ടിയ താലി ചേർത്ത് വെച്ച പെണ്ണ്. എനിക്കതൊരു സിനിമാ സീൻ പോലെയായിരുന്നു. പക്ഷെ അവൾക്കറിയില്ലായിരുന്നു അതൊന്നും. അഭിരാമിക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. അന്നത്തെ പോലെയല്ലല്ലോ ഇന്ന് സ്വമേധയല്ലേ സാർ വിവാഹത്തിന് സമ്മതിച്ചത്. ഇനിയൊരു വൈദേഹികയാണ് ഞാൻ ഒരുക്കമല്ല. വിക്കി നെടുവീർപ്പോടെ അവളെ നോക്കി. വിവാഹത്തിന് സമ്മതമല്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വിക്കി കണ്ണു ചുരുക്കി അവളെ നോക്കി. അവഗണിച്ചാ മോന്തയുടെ ഷേപ്പ് മാറ്റുമെന്ന്. വിക്കി വാ തുറന്നു നിന്ന് പോയി. ഞാൻ പോയി എൻ്റെ സമ്മതം അറിയിക്കട്ടെ. എനിക്ക് രാധിക ആൻറ്റിയെ പോലൊരു അമ്മായിമ്മ മതി, അല്ലാതെ ഈ സീരിയൽ ടിപ്പിക്കൽ അമ്മായിമ്മ വേണ്ട. ഒരു കണ്ണിറുക്കി പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നവളെ നോക്കി പുഞ്ചിരിയോടെ നിന്നുപോയി അവൻ. പിന്നീട് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആഡംബരമായി തന്നെ വിവാഹം നടത്തണമെന്ന് രാധികയുടെ ആഗ്രഹമായിരുന്നു. മകളുടെ സ്ഥാനത്ത് വൈദു തന്നെ നിൽക്കണമെന്ന് രാധിക തീർത്തു പറഞ്ഞു. പക്ഷേ എത്രയൊക്കെ ആയാലും ഭൂതകാലത്തിൻ്റെ അവശേഷിപ്പുകൾ ബാക്കി നിൽക്കുന്നതിനാലാവാം സഹോദരിയായി താലി കെട്ടാൻ അവൾ ചാരുവിനെ നിർദ്ദേശിച്ചത്. വരുന്ന ചിങ്ങത്തിൽ വിക്കിയുടെയും ആമയുടെയും താലികെട്ടിനുള്ള മുഹൂർത്തം അടുത്തു വന്നു. കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്യാൻ വിക്രമും അച്ചുവും ചന്തുവും കൂടെ ഉണ്ടായിരുന്നു. രാധികയ്ക്കും ഗോപാലിനും അത് ചെറുതൊന്നുമല്ല ആശ്വാസം നൽകിയത്. രാമകൃഷ്ണൻ ഗോപാലിൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നു. നിശ്ചയത്തിൻ്റെ അന്നാണ് വൈദുവും ആമിയും തമ്മിലൊരു കൂടിക്കാഴ്ച നടന്നത്. എന്നാൽ ഇരുവരും വളരെ നല്ല സുഹൃത്തുക്കളെ പോലെ പെരുമാറിയത് രാധികയ്ക്കും ആശ്വാസം തോന്നിയിരുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വൈദുവിനെ പോലെ തന്നെ ആമിയും രാധികയ്ക്ക് പ്രിയപ്പെട്ടവളായി. വൈദുവിന് പരിഭവവും കുശുമ്പും കുത്തി. അമ്മയായി താൻ എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാധിക അവളെ ചേർത്ത് പിടിച്ചു.
അലയടിക്കുന്ന ജനസാഗരം സാക്ഷിയാക്കിയ ചിങ്ങപ്പുലരിയിൽ അഭിരാമിയെ താലികെട്ടി വിക്കി സ്വന്തമാക്കി. രാധിക നൽകിയ നിലവിളക്കുമായി പുതുപ്രതീക്ഷയോടെ ആമി ആ വീടിൻ്റെ മരുമകളായി. ജീവിതങ്ങൾ അങ്ങനെയാണ്, നഷ്ടപ്പെട്ടതോർത്തല്ല ജീവിതം തള്ളി നിൽക്കേണ്ടത്. പുതുജീവിതത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. വർഷങ്ങൾക്ക് ശേഷം ശ്രീലകത്ത് പുതിയ അംഗങ്ങൾ വന്നു കഴിഞ്ഞു. വിക്രത്തിനും വൈദുവിനും വേദാത്മിക എന്ന 1 വയസ്സുകാരി വേദുവും അച്ചുവിനും അനുവിനും 1.5 വയസ്സുകാരി ദച്ചു എന്ന ദക്ഷിണയുമുണ്ട്. എന്നാൽ ഇന്ന് 4 പേരും മക്കൾക്കൊപ്പം എയർപോർട്ടിൽ നിൽക്കുകയാണ്. 3 വർഷം കഴിഞ്ഞ് അവരുടെ കുഞ്ഞളിയൻ വരുന്ന ദിവസം. കാര്യമായ മാറ്റങ്ങളോടെ അകത്തുനിന്ന് ട്രോളി ഉരുട്ടി വരുന്നവനെ അവർ ഉറ്റുനോക്കി. പക്വതയെത്തിയ ഒരു പുരുഷനായതുപോലെ, മീശയും താടിയും വളർന്ന് ആളാകെ വലിയ അമ്മാവനെ പോലെ. അവൻ ഓടി വന്ന് 2 കുഞ്ഞിപ്പിള്ളേരെയും എടുത്ത് ഒക്കത്ത് വെച്ചു. അനുവും വൈദുവും വീർത്ത മുഖത്തോടെ നോക്കി. ആദ്യം അമ്മാവൻ എൻ്റെ പിള്ളേരെ നോക്കട്ടെ, അത് കഴിഞ്ഞു മതി തള്ളമാരെ. അനു അവൻ്റെ ചുമലിലൊന്ന് തല്ലി. മ്യാമൻ്റെ മക്കളെ അവൻ കൊഞ്ചി വിളിച്ചപ്പോൾ 2 ആളും അവനെ നോക്കി കുലുങ്ങി ചിരിച്ചു. അവൻ 2 പേരെയും അച്ഛന്മാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ വീർത്ത മുഖത്തോടെ നിന്ന ഇരുവരെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശരിക്കും മിസ് ചെയ്തു കേട്ടോ, ഇടർച്ചയോടെ പറയുന്നവന് 2 ആളും കണ്ണ് നിറച്ചു നോക്കി. ബാക്കി പിന്നെയാവും, വാ. വിക്രം അവരെ നോക്കി പറഞ്ഞപ്പോൾ സഞ്ജു കണ്ണ് തുടച്ചു നിന്നു. അച്ചു അവൻ്റെ ബാഗ് എടുത്ത് ഡിക്കിയിൽ വെച്ചു. ഈ തിരിച്ചുവരവിന് ഉദ്ദേശമുണ്ട്. വിക്രമും അച്ചുവും അവനെ ഔദ്യോഗികമായി അവരുടെ അളിയനാക്കാൻ പോവുകയാണ്. വിവാഹ നിശ്ചയ പന്തലിൽ നിൽക്കുമ്പോൾ അരികിൽ നിൽക്കുന്നവളെ സഞ്ജു നോക്കി. ചിലർ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. പഠിച്ചു കളക്ടറാവുമെന്നോ എന്നിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കെട്ടുമെന്നോ എന്നൊക്കെ. സഞ്ജു കളിയാക്കി പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. പ്രണയം തലയ്ക്ക് പിടിച്ചാൽ പറഞ്ഞതൊക്കെ മറന്നൊന്നു വരും. കളക്ടറായില്ലെങ്കിലും ഞാൻ ഒരു ഗവൺമെൻറ് കോളേജ് ലെക്ചറാണ് കേട്ടോ, അവൾ അവൻ്റെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. സഞ്ജു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. സഞ്ജു പോയി കഴിഞ്ഞപ്പോഴാണ് ചാരുവിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ തല പൊക്കിയത്. അതവൾ തുറന്നു പറഞ്ഞത് വിക്രത്തോടാണ്. ഇപ്പോൾ അങ്ങനെ തോന്നുമെന്നും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഇങ്ങനെ തന്നെയാണ് തോന്നുന്നതെങ്കിൽ അവനോട് താനായി തന്നെ സംസാരിക്കണമെന്നും വിക്രം അവളോട് പറഞ്ഞു. ശ്രീലകത്ത് അറിഞ്ഞപ്പോൾ വീണയ്ക്ക് 100 വട്ടം സമ്മതമായിരുന്നു. അങ്ങനെ വീട്ടുകാരുടെ സമ്മതം കിട്ടിയപ്പോൾ ചാരു തന്നെ സഞ്ജുവിനോട് അവളുടെ പ്രണയം തുറന്നു പറഞ്ഞു. ആദ്യമൊന്നും സഞ്ജു പ്രതികരിച്ചില്ല എങ്കിലും അവനും അവളോട് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നി തുടങ്ങിയിരുന്നു. ഒടുവിൽ ഇരുവരും പരസ്പരം പ്രണയം പങ്കുവച്ചു. ചാരു PG കഴിഞ്ഞ് ടെക്സ്റ്റ് എഴുതി കോളേജിൽ ലെക്ചറായി കയറിയിട്ട് ഇപ്പോൾ 6 മാസമേ ആകുന്നുള്ളൂ. അവർക്കൊപ്പം ശ്രീലകത്ത് ഉള്ളവരെല്ലാം ചേർന്ന് നിന്നൊരു ഫാമിലി ഫോട്ടോ എടുത്തു. നറുവസന്തം പടർത്തി അവർ അങ്ങനെ ഒത്തുചേരട്ടെ.